PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ PSC എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവീത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോട്ടയം ജില്ലയുടെ കാറ്റഗറി നമ്പർ 447/2023 ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 വരെ ബേസിക് പേ ഉള്ള പോസ്റ്റിലേക്കാണ് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ, അതായത് കോമൺ മെയിൻ എക്സാമിനേഷൻ 10th ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിലിറ്റി ലിസ്റ്റ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കണത് നമുക്കറിയാമല്ലോ, 4 ഘട്ടങ്ങളിലായിട്ടാണ് PSC ഈ കോമൺ പ്രിലിമിനറി 10th ലെവൽ എക്സാമിനേഷൻ നടത്തിയിരിക്കുന്നത്. ഡിസംബർ 28 പിന്നെ ജനുവരി 11, 25, 2025, പിന്നെ ഫെബ്രുവരി 8, അങ്ങനെ 4 ഘട്ടങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിനേഷന് പഠിക്കാനായിട്ട് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂൺ 21 ഈ പരീക്ഷയുടെ മെയിൻ എക്സാമിനേഷൻ വരുന്നത്. അതുമാത്രമല്ല, ഈ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാതെ സ്കോറിൻ്റെയോ മാർക്കിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഏകദേശം മൊത്തം 5,13,000 പേരാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരുന്നത്. ഈ ലിസ്റ്റ് പ്രകാരം ഏകദേശം 4,074 പേരാണ് ഈ ലിസ്റ്റിൽ 4,070 പേരാണ് ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രൊവിഷണലാണ്. ഇത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രമുള്ളൊരു എലിജിബിലിറ്റി ലിസ്റ്റാണ്. റാങ്കിനൊന്നും ഇത് കൺസിഡർ ചെയ്യില്ല. ഇനി ആ പറഞ്ഞ 4 ഘട്ടങ്ങളിൽ നടന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവൽ പരീക്ഷയിൽ ടോപ്പ് മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് 41.2151 മാർക്കും അതിന് മുകളിലും കിട്ടിയിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷന് ശേഷം ആ OMR പരീക്ഷയിൽ 10th ലെവലിൻ്റെ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റീസിൽ പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് കുറേ കൂടെ താഴ്ത്തിയിട്ടുണ്ട്. കാരണം അവരുടെ നിശ്ചിത റെപ്രസെൻറ്റേഷൻ ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റോ അതുപോലെ ഇതൊക്കെ ആ രജിസ്ട്രേഷൻ 1 ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കാത്ത പക്ഷം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അവരും അവരുടെ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള വാലിഡ് പ്രൂഫൊക്കെ അവരും ഹാജരാക്കിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവരുടെയും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഫൈനൽ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലാതെ യാതൊരു വിധത്തിലും റാങ്ക് ലിസ്റ്റിനെ ബാധിക്കില്ല. റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ഇപ്പോഴത്തെ ഇത് പ്രകാരം ഈ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഇതൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാൻ പറ്റും. 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ, അതായത് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി 85 രൂപ. അപ്പോൾ നിങ്ങൾ ആ നിശ്ചിത ഫീസ്, അതായത് 85 രൂപ നിങ്ങൾ ഈ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അത് 15 ദിവസത്തിനുള്ളിൽ വേണം. അതായത് 12/5/2025 മുമ്പായിട്ട് അത് ഈ എലിജിബിലിറ്റി ലിസ്റ്റ് ഈ 12/5/2025 അത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് 15 ദിവസത്തിന് ഉള്ളിൽ നിങ്ങളതിൻ്റെ നിശ്ചിത ഫീസ് 15 ദിവസത്തിനുള്ളിൽ അടയ്ക്കണം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് OMR ആൻസർ ഷീറ്റിൻ്റെ പാർട്ട് A പാർട്ട് B ഇതിൻ്റെയൊക്കെ
ഫോട്ടോ കോപ്പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളും ആ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള 335 രൂപ ഈ പേയ്മെൻ്റായിട്ട് പോർട്ടലിൽ കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെയും ഫോട്ടോ കോപ്പി എടുക്കാനും സാധിക്കും. അതും ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ വേണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബാക്കി ഏത് രീതിയിലുള്ള ഫീസ് അടയ്ക്കലും സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ OMR ഷീറ്റ് ഇൻവാലിഡേറ്റ്, അതായത് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻവാലിഡേറ്റഡ് ആയിട്ടുള്ള ഇത് എടുക്കാനും പറ്റില്ല, അതിൻ്റെ ഫോട്ടോ കോപ്പി ഇഷ്യൂ ചെയ്യില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.